ഇത് ഒരു വാരിഗേറ്റഡ് ചെമ്പരത്തി ആയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വിഷമമായിരിക്കും. വാരിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇലകൾക്ക് പല നിറങ്ങൾ, സാധാരണ പച്ചയും വെള്ളയൊക്കെ ഉണ്ടാവാറ്, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് തുടക്കത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. അടുത്ത വീട്ടിലെ വാരിഗേറ്റഡ് ചെമ്പരത്തിയുടെ തണ്ട് കൊണ്ടുവന്ന് നട്ടതാണ്. ഇടയ്ക്ക് ഒരു തണ്ട് വന്നപ്പോൾ അത് വാരിഗേഷൻ ഇല്ലാതെ വന്നു. പിന്നെ നോക്കുമ്പോൾ എല്ലാ ശിഖരങ്ങളും വാരിഗേഷൻ ഇല്ലാതായി. അപ്പോൾ വാരിഗേഷൻ എന്ന് പറയുന്നത് ചെടിയുടെ ജനിതകമായിട്ടുള്ള ഒരു സ്ഥിരം പ്രതിമാസം അല്ലേ എന്ന് എനിക്ക് സംശയമായി തുടങ്ങി. മുമ്പ് ഒരിക്കൽ ഒരു പേര ചെടിക്ക് ഇതുപോലെ കണ്ടിട്ടുണ്ട് ഞാൻ. വാരിഗേറ്റഡ് പേര ഗ്രാഫ്റ്റഡ് ആയിരുന്നു, നട്ടുണ്ടാക്കിയപ്പോൾ അതിൻ്റെ വാരിഗേഷൻ കുറേ കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ 2 കമ്പ് ഒന്നിച്ച് കൊണ്ടുവന്നു പറഞ്ഞില്ലേ. ഇത് നല്ല വെയിലത്താണ് നിൽക്കുന്നത്. രണ്ടും 2 ചെടിച്ചട്ടികളിൽ, വലിയ ചെടിച്ചട്ടികളിൽ, ഏകദേശം 18-20 ഇഞ്ച് വലുപ്പമുള്ള വ്യാസമുള്ള ചെടിച്ചട്ടികളിലാണ് നട്ടിരിക്കുന്നത്. ഇതിനിപ്പോഴും നല്ലോണം വേരിയേഷൻ ഉണ്ട്. ഇലകൾക്ക് കുറേ പിങ്ക് നിറം വരെ ഉണ്ട്. ചില ഇലകൾ പച്ചയും വെള്ളയും വേരിയേഷൻ, ചിലതിന് കുറച്ച് പിങ്ക് നിറവും കാണുന്നുണ്ട്. രണ്ടും പൂവിട്ട് കഴിഞ്ഞാൽ നല്ല ചുവന്ന ചെമ്പരത്തി പൂ തന്നെ ഉണ്ടാവുക. കുറച്ച് കാലം മുമ്പ് പൂവിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പൂക്കളില്ലാന്ന് മാത്രം. മഴക്കാലമായി പൂക്കൾ കാണുന്നില്ല. ഇതിൻ്റെ തായ്തടി എന്ന് പറയാവുന്ന അടുത്ത വീടുള്ളത് ഇപ്പോഴും ഇതുപോലെ തന്നെ വാരിഗേഷനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റേ ചെടി കണ്ടില്ലേ, തീരെ വാരിഗേഷൻ ഇല്ലാത്ത തരത്തിലായിപ്പോയി. അപ്പോൾ ഇതെന്തൊരു അത്ഭുതമാണെന്ന് എനിക്കിപ്പോഴും പിടികിട്ടുന്നില്ല.